വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫുഡ് ഫോർ ഹെൽത്ത് അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം. അതിൻ്റെ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും പഠിക്കത്തക്ക രീതിയിൽ നോട്ട് ഫുള്ള് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ പാർട്ട് 1, 2, 3 ഒക്കെ ഇട്ട് ഫുൾ നോട്ടും കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ ടെസ്റ്റ് ഒന്നും കൂടി വായിച്ചിട്ട് അതിനകത്തിലെ പ്രധാനപ്പെട്ട വൺ വേഡ് ക്വസ്റ്റ്യനുകൾ എഴുതിയെടുത്തിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ. അഥവാ ഇനി നോട്ട് ഒന്നും കിട്ടാത്തവർക്ക് ഞാൻ ഇതിനകത്തിൽ ഫുൾ നോട്ടുകളും ഇതുവരെ ഞാൻ എന്തൊക്കെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഇതിനകത്തിൽ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കാണിക്കണേ, അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാനാ എന്നൊക്കെ ഞാൻ കമൻറ്റ് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്കോ എഴുതിയെടുക്കുന്നവർക്കോ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ വേണ്ടി ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ് ഒബ്റ്റെയിൻഡ് ഫ്രം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ടും ലഭിക്കുന്നത് എന്താ നിങ്ങളെ, ശരീരത്തിന് ആവശ്യമായ ഊർജം നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. മലയാളവും ഇംഗ്ലീഷും പഠിക്കുന്ന കുട്ടികൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഇങ്ങനെ തന്നെ ഇപ്പോൾ എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം ഇങ്ങനെ പഠിക്കാനുണ്ടല്ലോ. നമ്മൾ അതിൻ്റെ മലയാളം അർത്ഥം ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ മിക്ക കുട്ടികൾക്കും ഇംഗ്ലീഷുകാർക്ക് മലയാളം അറിയത്തില്ല, മലയാളംകാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇങ്ങനെ അത് പിന്നീട് നിങ്ങൾക്ക് ദോഷം ചെയ്യും കുഞ്ഞുങ്ങളെ. എപ്പോഴും ഇങ്ങനെ പഠിക്കാനുണ്ടല്ലോ. ഇങ്ങനൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു കേട്ടോ. ഉണ്ടാക്കി തന്നെ ഞങ്ങൾ പഠിക്കത്തുമില്ലായിരുന്നു. കാരണം ഇങ്ങനെയൊന്നും ആരും മലയാളത്തിൽ എഴുതിത്തരാനും ഇംഗ്ലീഷ് എഴുതിത്തരാനൊന്നും ആരും ഇല്ലായിരുന്നു കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ അമ്മയുടെയും അച്ഛനോടെയൊക്കെ ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളായി, നിങ്ങൾക്ക് പഠിച്ചാൽ മതി അല്ലേ. അപ്പം നോക്കിക്കേ, എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻഡ് ഫ്രം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് അതിൻ്റെ മലയാളം കിടപ്പുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതുന്ന സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ചില കുട്ടികൾക്ക് എല്ലാം ചോദിക്കുമ്പോൾ എല്ലാം അറിയാം കേട്ടോ. നമ്മൾ റിവിഷൻ നടത്തുമ്പോഴൊക്കെ അറിയാം, എല്ലാം അറിയാം. പക്ഷേ എഴുതാൻ പറയുമ്പോഴുണ്ടല്ലോ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിനൊക്കെ എന്തൊക്കെ എഴുതി വെക്കുന്നത്. അതുകൊണ്ട് സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം. രണ്ടാമത്തെ, ഡാഷ് ഈസ് എ ന്യൂട്രിയൻ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ശരീര നിർമ്മിതിക്കും ഗ്രോത്ത് അല്ലേ, ബോഡി ബിൽഡിങ്, ശരീര നിർമ്മിതിക്കും ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. 2 പഠിച്ചോ. മൂന്നാമത്തെ, പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ കോസസ് ഡിസീസസ്. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഇതിനകത്ത് തന്നേക്കുന്നത്. പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്നതാണ് ക്വാഷിയോർക്കറും മരാസ്മസ് എന്ന് പറയുന്ന 2 രോഗങ്ങളും. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കർ കേട്ടോ, ക്വാഷിയോർക്കറും മരാസ്മസും. ഇനി സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഡാഷ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് എന്താ കുഞ്ഞുങ്ങളെ, വിറ്റാമിൻ ഡി ആണ്. അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നാൽ എന്തെന്ന് പഠിച്ചു, പ്രോട്ടീൻ എന്നാൽ എന്തെന്ന് പഠിച്ചു. ഇതെല്ലാം കണ്ടോ. കാർബോഹൈഡ്രേറ്റ്സ് എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ വരി എഴുതിയാൽ മതി. പ്രോട്ടീൻ എന്നാലെന്ന് ചോദിക്കുമ്പോൾ ഈ വരി എഴുതിയാൽ മതി കേട്ടോ. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന 2 രോഗങ്ങൾ ഒക്കെയാണോ കുഞ്ഞുങ്ങളെ. വിറ്റാമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത്, അതായത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്ക് എല്ലുകൾ ദുർബലമാവും. എല്ലുകൾക്ക് ഒരുമാതിരി കട്ടിക്കുറവ്, അവർക്ക് പിടിച്ച് നിൽക്കാനും ഇരിക്കാനും ഒക്കെ വയ്യാത്തൊരവസ്ഥയുണ്ട്. അത് അങ്ങ് മൃദുവായോ മാറുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് എന്ന് പറയും. മലയാളത്തിൽ അതിനെ കണരോഗം എന്നാണ് പറയുന്നത്. റിക്കറ്റ്സ് എന്ന് കണ എന്ന് പറയാൻ അറിയത്തില്ല, റിക്കറ്റ്സ് എന്ന് തന്നെ നിങ്ങളങ്ങ് പറഞ്ഞാലും മതി കേട്ടോ. കണ എന്ന് പറയാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി, ദ ബോൺ ചിൽഡ്രൻസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ അല്ലേ, ബ്രൈറ്റിൽ. ദീസ് കണ്ടീഷൻസ് ഈസ് കാൾഡ് റിക്കറ്റ്. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് പഠിക്കണം കുഞ്ഞുങ്ങളെ. 6ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റെഡ് ബ്ലഡ് സെല്ല്. ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽ എന്ന് വെച്ചാൽ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ് വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ഈ 6 ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. 6 എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത 7ാമത്തെ ചോദ്യം,
ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് സെൽസ് ലോ എ കണ്ടീഷൻ ഈസ് കാൾഡ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരവസ്ഥയുണ്ട്. രക്തത്തിനകത്ത് ഹീമോഗ്ലോബിൻ്റെ അളവങ്ങ് കുറയും. ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ രക്തത്തിന് ചുവപ്പ് കളർ കൊടുക്കുന്ന അല്ലേ, റെഡ് ബ്ലഡ്. അപ്പോൾ ഈ ചുവപ്പ് കളർ കൊടുക്കുമ്പോൾ ഈ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവങ്ങ് കുറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയ സ്പെല്ലിങ് നോക്കണേ. അടുത്ത ഡാഷ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ആൻഡ് ലൈറ്റ്, ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. ഡാഷ് ഈസ് ദ പൂർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവ് ഏതാണെന്ന് കുഞ്ഞുങ്ങളെ? നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ മലയാളം എന്താ? നിശാന്തത. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എടുത്തെടുത്ത് പറയാം. ഈ പാഠത്തിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ ഈ തരുന്നത്. ഡാഷ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. നമുക്ക് രാത്രിയിലുണ്ടല്ലോ, പകലേ കാണുന്നില്ല ഇപ്പം ഇല്ല. കാരണം എന്താ? 24 മണിക്കൂറും ഫോണിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പകലും വെട്ടവും കാണുന്നില്ല അല്ലേ. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത അല്ലേ. ഡാഷ് ഈസ് ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺ. എന്താ നിങ്ങൾ നമ്മുടെ അസ്ഥി ഉണ്ടല്ലോ, അസ്ഥികൾ അതായത് ബോണ്, അതിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം നമ്മുടെ അസ്ഥിക്കകത്തിൽ ഒരുമാതിരി ഫ്ലൂയിഡ് ഉണ്ട് കേട്ടോ. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത അങ്ങ് കുറയുന്നത് മൂലം എല്ലുകളുടെ എല്ലുകൾ അങ്ങ് കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരവസ്ഥയുണ്ട്. മലയാളം എന്താ നിങ്ങളെ? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റിയോപൊറോസിസ് ഓക്കെ ആണോ? അടുത്ത 10ാമത്തെ ചോദ്യം. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ്, അതായത് ഡാഷ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഏതാ നിങ്ങളെ? ഫൈബർ. നാരുകളടങ്ങിയ ഫുഡുകൾ കഴിക്കണമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഉണ്ടോ നിങ്ങളെ? ഇനി അടുത്ത 11ാമത്തെ ഫൈബർ ആണേ പഠിച്ചത്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ്. ഡാഷ് ഈസ് ദ യൂണിറ്റ് ദാറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഫുഡ് ഐറ്റംസ്. കലോറി. എന്താ നിങ്ങളെ? കലോറി. മലയാളവും ഇംഗ്ലീഷും പഠിക്കണേ. 11 ക്വസ്റ്റ്യൻ ആൻസറാണ് പറഞ്ഞത്. 12ാമത്തെ ചോദ്യം നമ്മളെന്താ? വിറ്റാമിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ ഓരോ രോഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ അല്ലെ വൈറ്റമിൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. വിറ്റാമിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന നിങ്ങളെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. ഇതൊക്കെ ഈ 4 നമ്മൾ പഠിക്കണം. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുന്ന വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഗ്ലോസിറ്റീസ് എന്ന് പറയുന്നത്. ഗ്ലോസിറ്റീസ് അല്ലെ വിറ്റാമിൻ ബി ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കേട്ടോ. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വിറ്റാമിൻ ബി ഗ്ലോസിറ്റീസ് അല്ലെങ്കിൽ ബി ബെറിബെറി എന്നും പഠിക്കാം. വിറ്റാമിൻ ബി ബെറിബെറി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കുഞ്ഞുങ്ങളെ. വിറ്റാമിൻ സി സ്കർവി. എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബി ബെറിബെറി, സി സ്കർവി, ഡി റിക്കറ്റ്സ്. അങ്ങനെ പഠിക്കാം. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഗ്ലോസിറ്റീസ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻ ബി. സ്കർവി, സി സ്കർവി പറയാൻ എളുപ്പമല്ലേ നിങ്ങൾ? സി സ്കർവി കേട്ടോ. വിറ്റാമിൻ ഡിയോ കാണാം, മുമ്പ് നമ്മൾ പറഞ്ഞത് റിക്കറ്റ്സ് എന്ന രോഗമാണ് വിറ്റാമിൻ ഡി. ഇനി അയണിൻ്റെ കുറവ് മൂലമാണെങ്കിലോ? നമ്മുടെ ശരീരത്ത് അയണിൻ്റെ കുറവ് മൂലമാണെങ്കിൽ എന്താ നിങ്ങളെ? അനീമിയ. ഇപ്പം നമ്മൾ പറഞ്ഞതല്ലേ. ഇനി അയഡിൻ്റെ കുറവ് മൂലം, അയണും അയഡിനും രണ്ടും രണ്ടാണ്. അയണിൻ്റെ കുറവ് മൂലമാണെങ്കിൽ അത് അനീമികയാണ്, അനീമിയ. അയഡിൻ്റെ കുറവ് മൂലമാണെങ്കിൽ ഗോയിറ്ററാണ്. എന്താ? ഗോയിറ്റർ. നമ്മുടെ ടെസ്റ്റിൽ ആ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് അല്ലേ. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതാ. എന്നാലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ അയണിൻ്റെ അയഡ് വിറ്റാമിൻ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത്. ഓക്കെ ആണോ? ഈ 4, 3, 7 ഓക്കെ ആണല്ലോ.
അടുത്തത് മേജർ ന്യൂട്രിയൻസുകൾ നമ്മൾ പഠിച്ചത് ഏതാ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ് അല്ലേ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് ഏത് വിറ്റാമിനാവും നിങ്ങളെ? നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോഴേ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് നിൽക്കുന്നു അല്ലേ? രക്തം കട്ട പിടിക്കുന്നു. എന്താ? വിറ്റാമിൻ കെ നമ്മുടെ ശരീരത്ത് ഉള്ളത് കൊണ്ടാണ്. ബ്ലഡ് ക്ലോട്ടിങ് എന്ന് കേൾക്കുമ്പോഴേ വിറ്റാമിൻ കെ. അപ്പം വിറ്റാമിൻ എ നമ്മൾ പഠിച്ചായിരുന്നു, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ ബി ഗ്ലോസിറ്റീസ് അല്ലെ ബെറി. വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ ഡി റിക്കറ്റ്സ്. വിറ്റാമിൻ കെ എന്ന് കേട്ടാൽ എന്താവും നിങ്ങളെ? ബ്ലഡ് ക്ലോട്ടിങ് കേട്ടോ, ബ്ലഡ് കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഏതാ? വിറ്റാമിൻ കെ. ഓക്കെ ആണോ? അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻ ആൻസർ പ്രധാനപ്പെട്ട വന്നു. ഇനി എൻ്റെ നോട്ട് ഇതുവരെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കുറേ പേരുണ്ടോ നിങ്ങളെ? കണ്ടേ നമ്മുടെ നോട്ട് ഇതാണ്. ഞാൻ ഇച്ചിരി ലെങ്തി കാണിക്കാം. അതെ കേട്ടോ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് കണ്ടി ഇത് ഒന്നാമത്തെ സ്ക്രീൻഷോട്ട് എടുത്തോണ്ടാവും നിങ്ങൾ. 1, പിന്നെ 2, 3 കൂടി നിങ്ങൾക്ക് ഒറ്റ അടിക്ക് എടുക്കാൻ പറ്റുമോ? 2. ഓക്കെ ആണോ? 4 ഒരുമിച്ചാണ് കാണിക്കുക. 4 ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത 5 ഓക്കെ ആണല്ലോ? 5-മത്തേതാണ്. ഇങ്ങനൊരു ചോദ്യമുണ്ട് കേട്ടോ, അത് ഇച്ചിരി വലുതാ. 5 അടിച്ച് ഇങ്ങനെ എടുക്കണേ. 5 ഇച്ചിരി കൂടെ ഉണ്ട് മലയാളം മീഡിയക്കാർക്ക് കേട്ടോ. 6-മത്തത് ഇതെന്തിനാണ് ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കാൻ ചില കുട്ടികൾ പകുതി എഴുതത്തില്ല കേട്ടോ. നോട്ടൊന്നും എഴുതിയെടുത്തോണ്ട് വരത്തില്ല. സ്കൂളിൽ നിന്നും ടീച്ചറൊക്കെ കഷ്ടപ്പെട്ട് ബോർഡിലൊക്കെ എഴുതി എടുക്കുന്നൊക്കെ പറയുമ്പോൾ മിക്കതും എഴുതിയെടുക്കുന്നില്ല, കുറേ പേരൊക്കെ എഴുതുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ ഈ രക്ഷകർത്താക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി എന്താ? ഇവരുടെ നോട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആയിരിക്കാം അല്ലേ? 7-മത്തത് 8-മത്തെ കാർബോഹൈഡ്രേറ്റ്സ്. 9-മത്തത് 10-മത്തത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. വൈ ഡു വി ഹാവ് ഫുഡ്? പിന്നെ ഇത് റഫായിട്ടൊന്ന് കൊടുത്തതാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. 10 അയഡിൻ ടെസ്റ്റൊക്കെ ടെസ്റ്റിലുണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ് ആണ്. ഉരുളൻകിഴങ്ങ്, കുക്കുംബർ. 14 പിന്നെ മില്ലറ്റ്സിനെ കുറിച്ച് ചോദിച്ചു, ചെറുധാന്യങ്ങൾ. 15 പ്രോട്ടീനെ കുറിച്ച്, പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന നമ്മളിപ്പോൾ പഠിച്ചു കാഷ്യോർക്കറും മരാസ്മസും. 18 മെയിൻ ഫുഡ് ഐറ്റംസ്, പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയ ഫുഡ് ഐറ്റംസുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഫാറ്റ്സിനെ കുറിച്ച്, കൊഴുപ്പുകളെ കുറിച്ച്. പിന്നെ ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഓക്കെ. 21 22 കൊളസ്ട്രോളിനെ കുറിച്ച്. കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ് അല്ലേ? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതൊക്കെ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇത്രയും എഴുതി തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ സെപ്പറേറ്റ് എഴുതാഞ്ഞത് കേട്ടോ. കൊളസ്ട്രോൾ. അടുത്ത വിറ്റാമിനുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു. വിറ്റാമിനുകൾ 26 എല്ലുകളുടെയും പല്ലുകളുടെയും രോഗത്തിനും അതിനെക്കുറിച്ചുണ്ട്. വിറ്റാമിൻ ബി കോംപ്ലക്സിനെ കുറിച്ചൊക്കെ. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? വിറ്റാമിൻ എ കൂടുതൽ അടങ്ങിയത് ഏതിലാണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം? വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 30-മത്തത് ഇമ്പോർട്ടൻസ്, മിനറൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ. അത് ടെസ്റ്റിൽ ഓൾറെഡി ബോക്സ് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ എഴുതിയില്ല. അയണിനെ കുറിച്ചാണ് അടുത്തത്. അയണിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ലേ, അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതൊക്കെ. അയൺ ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമായിട്ട് ഉൾക്കൊള്ളണമെന്നൊക്കെ കൊടുത്തു. അപ്പോൾ യു ഷുഡ് ഈറ്റ് സീ ഫുഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സീ ഫുഡ് സഹായം ഉണ്ട് കേട്ടോ. സീ ഫുഡ്, കടൽ വിഭവങ്ങൾ കഴിക്കുന്നതിൻ്റെ. 35 അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ഹീമോഗ്ലോബിൻ. നമ്മളത് പറഞ്ഞതല്ലേ, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ. 38 ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ല വിറ്റാമിൻ. അതുപോലെ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. 41 ധാതുക്കൾ. 43 അനീമിയൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. 43 44 ഇത് കാണിക്കുന്നത് നോട്ട് വേണമെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. അവർക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നുകൂടെ, അഥവാ കിട്ടാത്തവരാണെങ്കിൽ തന്നെ കേട്ടോ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇട്ട് തീർന്നു. ഞാൻ 2-മത്തെ പാഠം ഇന്ന് എടുക്കാൻ ഭാവിച്ചതാണ്. അപ്പം നിങ്ങളുടെ എല്ലാം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ
അല്ലേ? നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ, അതുകൊണ്ടാട്ടോ. 46-ാമത്തെ ചോദ്യം, സപ്ലൈഡ് സി സ്കൂൾ, എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളികൾ വിതരണം ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ടോ നിങ്ങളുടെ? 46-ാമത്തെ ചോദ്യം. 47 ഫൈബറിനെ കുറിച്ചാണ്. നാരുകളടങ്ങിയ ഫുഡുകൾ, ഫൈബർ. ഇനി വാട്ടർ, വെള്ളത്തിനെ കുറിച്ചുണ്ട്. ബാലൻസ്ഡ് ഡയറ്റ് എന്നാൽ എന്താ? സമീകൃത ആഹാരം എന്നാൽ എന്താ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക്, മലയാളം മീഡിയക്കാർക്ക് അതിൻ്റെ മലയാളം വേണ്ടേ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത കലോറിയെക്കുറിച്ച്, ചോറും അവിയൽ, പിന്നെ ഇത് റഫായിട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ കലോറി എന്നാൽ എന്തെന്ന് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ തന്ന ഇപ്പം മൊത്തം 51 ക്വസ്റ്റ്യനും ഇപ്പം ഞാനൊരു 15 എണ്ണവും തന്നിട്ടുണ്ട് കേട്ടോ. ഈ 15 എണ്ണം നമ്മൾ ഇതുവരെ തന്നതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 15 എണ്ണം കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ടെസ്റ്റ് വായിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ തന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ കേട്ടോ. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്ന് ഞാൻ 2ാമത്തെ ചാപ്റ്റർ എടുക്കാൻ വെച്ചപ്പോൾ കമൻ്റ് എല്ലാം ഞാൻ നോക്കിയപ്പം ഇതുപോലെ നോട്ട് ആർക്കും കിട്ടുന്നില്ല എന്നൊരിത് വന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം ഒന്നും കൂടി ഒന്ന് കാണിച്ചത്. എന്തായാലും ഞാൻ ഇത്രയും നോട്ട് ചെയ്യാതിരുന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. നോക്ക്, ഇതെല്ലാം ഇംഗ്ലീഷും മലയാളവും എല്ലാം തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പം ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.